നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ കൺഫ്യൂസ് ആയിട്ടിരിക്കുകയാണ്. അതായത് 12th കഴിഞ്ഞവരും അല്ലെങ്കിൽ 12th പാസ്സായിട്ട് ഒരു കരിയർ നല്ല രീതിക്ക് വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഏതാണ് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, അതും IT മേഖലയിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങളുടെ ഡ്രീം ശമ്പളവും അതുപോലെ തന്നെ കിഡ്ലം കമ്പനികളിൽ പ്ലേസ്മെൻറ്റും ഒക്കെ കിട്ടി നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് നിങ്ങളുടെ കരിയർ മൊത്തത്തിൽ സെറ്റിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും. കേരളത്തിൽ മൊത്തത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഡ്രീമോട് കൂടി കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടാൽറോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ടെക്കി പാർക്കുകളൊക്കെ ഉണ്ടാക്കി ഒരു സിലിക്കൺ വാലി പോലെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, മെയിൻ ഗോൾ എന്ന് പറയുന്നത്. നമ്മുടെ മാൻ പവറും നമ്മുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സർവീസും എല്ലാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കുക, ആ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെ ഇതിൻ്റെ ഒരു ഗോളായിട്ട് ഇവർ കാണുന്നു. പുതിയ ആശയങ്ങളെയും പുതിയ സ്റ്റാർട്ടപ്പുകളെയും ഓൺട്രപ്രണേഴ്സിനെയും എല്ലാം അവർക്കെല്ലാം വളർന്നു വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കുക എന്നതാണ് ഈ ഒരു ടാൽറോപ്പിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ടാൽറോപ്പ് 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് 100% പ്ലേസ്മെൻറ്റോട് കൂടിയുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പഠനം സാധ്യമാക്കുക എന്നുള്ള ലെവലിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ടാൽറോപ്പിൻ്റെ ടെക്നോളജി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നോളജി സ്കൂളിലെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കൊറോണ വന്ന സമയത്ത് IT മേഖല എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വലിയ മാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവസരങ്ങളും. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു വലിയൊരു സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ടാൽറോപ്പിൻ്റെ ടെക്നോളജി സ്കൂൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ടെക്നോളജി സ്കൂളിൻ്റെ അകത്ത് ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളാണ് ഉള്ളത്. വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, UI UX ഡിസൈനിങ്, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, പിന്നെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതേപോലെയുള്ള പ്രോഗ്രാമുകളാണ് നമ്മുടെ ടെക്നോളജി സ്കൂളിൻ്റെ അകത്ത് ഉള്ളത്. ടെക്നോളജി സ്കൂളിൻ്റെയും ഈ കോഴ്സുകളുടെയും പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം പഠിച്ച് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുകളെല്ലാം പഠിച്ച് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ടെക്നോളജി സ്കൂളിൽ അപേക്ഷിക്കുന്നവരുടെ ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട്, അതായത് IT മേഖലയിലുള്ള അവരുടെ ആ ഒരു ടേസ്റ്റും പാഷനൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻ്റർവ്യൂയിലൂടെയായിരിക്കും അഡ്മിഷൻസ് കൊടുക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ രജിസ്ട്രേഷൻ ഫീസായിട്ട് 2000 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ 2000 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു 2000 നിങ്ങളുടെ ഫീസിലേക്ക് ചേർക്കാവുന്നതാണ്. ഫീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ പ്ലസ് GST ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു റൂമിൻ്റെ അകത്തിരുന്ന് തിയറി പഠിക്കുന്നത് പോലെ അല്ല ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത്. ടെക്നോളജി സ്കൂളിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽസ്, അതായത് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ ഒരു എക്സ്പീരിയൻസോട് കൂടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു റിയൽ വേൾഡ് ലേണിംഗ് സിസ്റ്റമാണ് അവർ ഇതിനകത്ത് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പഠനവും കൂടി അതിൻ്റെ കൂടെ നടന്നങ്ങ് പോവാണ്. +2 പാസ്സായ ആർക്ക് വേണമെങ്കിലും ടാൽറോപ്പിൻ്റെ ഈ ഒരു ടെക്നോളജി സ്കൂളിലേക്ക് അപേക്ഷിക്കാവുന്നവരാണ്. ഈ 12th കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കരിയർ ഗ്യാപ്പോ IT ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ സപ്ലികളോ ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നതായിരിക്കില്ല. അതൊന്നും നോക്കാണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. 100% പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം 140 സ്റ്റാർട്ടപ്പുകൾ റൺ ചെയ്യുന്ന ഈ ഒരു കമ്പനിക്ക് പ്ലേസ്മെൻറ്റ് തരാമെന്ന് പറയുന്നത് ഒട്ടും പ്രശ്നമുള്ളൊരു കാര്യമല്ല. അവർക്ക് ഉറപ്പായിട്ടും സാധ്യമാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾ വളരെ നല്ല ശമ്പളത്തോടു കൂടി പല കമ്പനിയിലും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. കൊച്ചിയിലായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ പഠനവും എന്ന് പറയുന്നത്. നമ്മുടെ മമ്മൂക്ക് അംബാസഡർ ആയിട്ടുള്ള സ്റ്റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ട്രെയിനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കരിയർ നിങ്ങൾക്കൊരു ബ്രേക്ക് വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫോക്കസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്ലേസ്മെൻറ്റ് ഇവർ ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് നിങ്ങൾ നോർമലി പഠിച്ച് വീണ്ടും ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് പോലെയൊന്നുമല്ല, ഇതിനകത്ത് ഇൻറ്റേൺഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കും ഈ ഒരു ടെക്നോളജി സ്കൂള്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.